ഗുളികൻ ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നാണ് പൊതുവെ പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഗുളികൻ സർവ്വവ്യാപിയാണ്. പ്രപഞ്ചത്തിൽ എവിടെയും എപ്പോഴും കയറി ചൊല്ലാൻ അനുവാദമുള്ള ഒന്നാണ് ഗുളികൻ. ഈ ഗുളികൻ ബാധിച്ചാൽ, ഒരു കുടുംബത്തിൽ പ്രവേശിച്ചാൽ, ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ എന്താണ് പ്രശ്നം? ഗുളികനെ പേടിക്കേണ്ട ഒന്നാണോ? ദ്രോഹിക്കാൻ മാത്രമാണോ ഗുളികൻ്റെ ഉദ്ദേശം? അല്ല. ക്ഷിപ്ര ഗോപിയാണ്, ഒപ്പം ക്ഷിപ്ര പ്രസാദിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുളികൻ വീട്ടിൽ പ്രവേശിച്ചാൽ എന്താണ് അനർത്ഥം, എന്താണ് പരിഹാരം എന്നുള്ളതാണ്. നമസ്തേ രുദ്രധാര. നമ്മൾ കുറച്ചായി കണ്ടിട്ട് വീണ്ടും അല്ലേ? നമ്മൾ ഇന്ന് ഗുളികനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഗുളികൻ പ്രവേശിച്ചാൽ ആരാണ് ഗുളികൻ എന്ന് അറിയണം. ഒരുപാട്, ഒന്നല്ല ഒൻപതല്ല, ഒരുപാട് തരത്തിലുള്ള ഗുളികനുണ്ട്. അതിലൊന്നാണ് മാരണ ഗുളികൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കരിങ്കാലൻ എന്ന് പറയുന്നത്, പെരിങ്കാലൻ എന്ന് പറയും. നിരവധി തരത്തിലുള്ളതുണ്ട്. നാഗങ്ങളുടെ രാജാവായിട്ടുള്ള ഗുളികനുണ്ട്. ശിവന്റെ പെരുവിരൽ പിളർന്ന്, ശിവന്റെ കോപത്തിൽ നിന്നും പെരുവിരൽ പിളർന്ന് ഉണ്ടായ ഒരു കഥ, ഗുളികന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഒപ്പം ശനിയുടെ പുത്രനായ മാ, ജാതകത്തിലെ മാ എന്ന് കാണിക്കുന്ന മാന്തി, ആ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളികൻ എന്നാണ്. ശനിയുടെ പുത്രനായിട്ട് കണക്കാക്കുന്നു. ഓരോന്നും ഓരോ രീതിയാണ് കേട്ടോ, ഓരോ ടൈപ്പ് ഓഫ് ആണ്, ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു ഘടനയുണ്ട് ഓരോന്നിന്. അപ്പോൾ ഈ ശനിയുടെ പുത്രനാണെന്ന് പറഞ്ഞു, പലതരത്തിൽ പല ഐതിഹ്യങ്ങൾ പലതാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ സർവ്വവ്യാപിയാണ്, പ്രപഞ്ചവ്യാപിയാണ്. എവിടെയും എപ്പോഴും ഏത് സമയത്തും കയറിച്ചെല്ലാം. ഗുളികൻ വീട്ടിൽ പ്രവേശിച്ചാൽ എന്താണ് പ്രശ്നം? വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അടിക്കടി ഇങ്ങനെ ചത്തുപോയിക്കൊണ്ടിരിക്കും. നായ്ക്കളാകാം, നാൽക്കാലികൾ, എന്തും ആവാം, മാടുകളാവാം, കോഴികളാവാം. ഇപ്പോൾ ഒരെണ്ണം ചത്തുപോകുന്നു എന്നുള്ളതിലല്ല കാര്യം, അടിക്കടിയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ, വീട്ടിൽ എന്തെങ്കിലും നാൽക്കാലികളെ വളർത്തണം, എന്തിനാ? ഗുളികനെ പിടിച്ചിട്ട് വളർത്താൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു കഥയും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഗുളികൻ വന്നാൽ മറ്റെന്തെങ്കിലും ദോഷമുണ്ടോ? മാരണദോഷം. എന്താണ്? വംശനാശം പറയപ്പെടുന്നു. സന്താനനാശം, മക്കളുടെ മരണം. ഇപ്പൊ ചെറിയ ആളല്ല. മാനസിക വിഭ്രാന്തി അറിയാലോ എന്താണ് മാനസിക രോഗം, ഭ്രമം, ഇതൊക്കെ ഉണ്ടാവും. പലരും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഗുളികൻ വന്ന് ചുമരിൽ കൈ ഇങ്ങനെ പതിച്ചിട്ട് പോകുന്നു, ചുമ്മാ. പിന്നെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടിട്ട് പോകും. പിന്നെ ഗുളികൻ വരുമ്പോൾ ശബ്ദം കേൾക്കാം, ഹൂ എന്നുള്ള ശബ്ദം കേൾക്കാം. ഒന്നുമില്ല, സർവ്വവ്യാപിയാണ്, അവിടെ എന്ത് ശബ്ദം കേൾക്കാം. പക്ഷെ ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? ഇതൊന്നുമല്ല ഇതിനകത്തുള്ള മെയിൻ. പറഞ്ഞു തരാം. പറയുമ്പോൾ പലർക്കും ഇത് അനുഭവസ്ഥരായിരിക്കും. ഒന്ന്, നമ്മൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് ഞെട്ടി ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാനിത് ഏതു ലോകത്താണ്, ഞാനിത് എവിടെയാണ്, അറിയില്ല എവിടെയാണെന്നുള്ളത്. ഒരു സെക്കൻഡുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റ് അതിനുള്ളിൽ നമ്മളൊന്ന് റീഗെയിൻ ചെയ്യാൻ, നമ്മൾ എവിടെയാണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ്, നമ്മൾ ആരാണ് എന്നൊന്ന് ഓർത്തെടുക്കാൻ നമുക്കൊരു ചെറിയൊരു സമയം എടുക്കും. ഒരു സംശയം വേണ്ട, ഗുളികൻ പ്രവേശിച്ചു എന്നതാണ് അതിൻ്റെ ഒരു ലക്ഷണം കാണിച്ചു തരുന്നതാണ്. 2, ഞെട്ടി ഉണരുമ്പോൾ പെട്ടെന്ന് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ചിലർക്ക് വരാറുണ്ട്. ആസ്മയുടെ അസുഖമുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് അവർക്ക് പുറത്തിറങ്ങണം, മീൻസ് അവർക്ക് ആ റൂം തുറന്ന് അല്ലെ ആ വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ തോന്നുന്ന ഒരവസ്ഥ തോന്നുന്ന ചിലരുണ്ട്.
ഗുളികൻ്റെ പ്രവേശനമാണ്. ഇതാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഗുളികൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ശബ്ദവും ഇല്ല, അവിടെ സൈറനൊന്നുമില്ല, പുള്ളിയുടെ കയ്യിൽ ശബ്ദവും ഇല്ല, പറഞ്ഞ പോലെ കയ്യുടെ വിരലിൻ്റെ പാടും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല. പ്രധാനമായിട്ടും സ്വപ്ന ദർശനമാണ് നൽകുന്നത്. ചിലരുടെ ജാതകത്തിൽ ഉണ്ടാവും ഇത്. പേടിക്കേണ്ട ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പേടിക്കേണ്ട ആളാണ്. ഗുളിക പൂജ എന്ന് പറയുന്നത് ഒരു സംഭവമുണ്ട്. ഗുളിക പൂജ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ മാല സമർപ്പണം, ഗുളികന് മാലയും വിളക്കും എന്നാണ് പറയുന്നത്. ഗുളികന് കൊടുക്കുന്നത് മാലയും വിളക്കുമാണ്. അത് കൊടുത്താൽ മതി, അല്ലാതെ ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഏതെങ്കിലും അമ്പലത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഈ ശനിയുടെ കാര്യം പറഞ്ഞു, ശനിയുടെ പുത്രനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. വ്യാഴവും ശനിയും തമ്മിൽ നടന്ന യുദ്ധം, അതിൽ ആ സമയത്താണ് ശനിയുടെ നെറ്റിയിൽ നിന്നും ഉണ്ടായി എന്നാ പറയുന്നത്. അപ്പോൾ വ്യാഴവുമായിട്ടൊരു കണക്ഷനുണ്ട്, ശിവനുമായിട്ടൊരു കണക്ഷനുണ്ട്, ശനിയുമായിട്ടൊരു കണക്ഷനുണ്ട്, സർപ്പവുമായിട്ട് കണക്ഷനുണ്ട്. ഇനി വീട്ടിൽ നമ്മൾ ഈ പാമ്പുകൾ ചത്ത് കിടക്കുന്ന കാണുക, നിരന്തരമായിട്ട് പക്ഷികൾ ചത്ത് കിടക്കുന്ന കാണുക, നിരന്തരമായിട്ടാണ് നായ്ക്കൾ വന്ന് ചത്ത് കിടക്കുന്ന കാണുക. ഒരു സംശയം വേണ്ട, ഗുളികൻ പ്രവേശിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. അപ്പം ഇതിനെന്താ പ്രതിവിധി? പ്രധാനമായിട്ടും ഉള്ളത് ഇത് ഇനി ആർക്കാണ് ഇത് കാണാൻ പറ്റുന്നത്? ദൈവികമുള്ളവർക്ക്. ദൈവികമുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റൂ. അല്ലെങ്കിൽ ഈശ്വരൻ എന്നും അമ്പലത്തിൽ പോകുന്നവനോ, എന്നും കുറിയിടുന്നവനോ, എന്നും വിളക്ക് കൊളുത്തുന്നവനോ അല്ല, അല്ലെ എന്നും നാമം ജപിക്കുന്നവനോ അല്ല ദൈവികം എന്ന് പറയുന്നത്. ഒരുത്തൻ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആർക്കും, അങ്ങനെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവികമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് ഈശ്വര വിശ്വാസം പോലും വേണമെന്നില്ല. എന്നും ഒരാളും നശിക്കരുത്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, ശത്രുക്കൾ പോലും നന്നായിട്ടിരിക്കട്ടെ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന് കരുതി നിങ്ങളെ കയറി ഉപദ്രവിച്ചവൻ, നിങ്ങളെ മാക്സിമം നിങ്ങളെ വിശ്വാസം വഞ്ചന കാണിച്ചവൻ നന്നായിട്ടിരിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. അല്ലാതെ അസൂയ, കുശുമ്പ്, ആ പരിപാടി അതൊന്നും ഇല്ലാതെ ശത്രുത വേണം, വേണ്ടാന്നല്ല, വേണം. മനുഷ്യനായി കഴിഞ്ഞാൽ വേണം, ഇല്ലേ പിന്നെ എന്തോ മനുഷ്യൻ? അതൊക്കെ ആവശ്യമാണോ? പക്ഷെ അത് ശത്രു ആണോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മുടെ കയ്യിൽ തെറ്റില്ലാത്ത പക്ഷം അയാളെ നമുക്ക് ശത്രുവായിട്ട് തന്നെ കണക്കാക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ദൈവികമുള്ളൊരു മനുഷ്യന് പ്രകൃതി ഒരു സൂചന, സർവ്വവ്യാപിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രകൃതി, പ്രപഞ്ചം ഒരു സൂചന നൽകി. ആ സൂചനയാണ് ഞാൻ പറഞ്ഞ ഈ സ്വപ്നം. ഞെട്ടി ഉണർന്നിട്ട് നമുക്കൊരു ഭ്രമമുണ്ടാവും. നമ്മളിത് ഏത് ലോകത്ത്, ഞാൻ ആരാണെന്ന് പോലും സ്വയം ചിന്തിച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡും നമ്മുടെ മനസ്സും ശരീരവും വേർപെട്ട ഒരവസ്ഥ, ആത്മാവും ശരീരവും വേർപെട്ട ഒരവസ്ഥ, ലൈക്ക് എന്താണ് ഡെത്ത്. ഈ ഒരു സാധനം ഫീൽ ചെയ്യും. പലർക്കും ചിലപ്പം ഉണ്ടായിട്ടുണ്ടാവാം, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ഉള്ളവരുണ്ടാവാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഗുളികൻ വന്നു, പ്രവേശിച്ചു. ഇനി എന്താ? ഇനി ടോട്ടൽ അനർത്ഥങ്ങളാണ്, കംപ്ലീറ്റ് വെച്ചടി പണിയാണ്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഒറ്റ കാര്യം, ദിവസവും 108 പ്രാവശ്യം നമശിവായ, എല്ലാ ദിവസവും 108 പ്രാവശ്യം നമശിവായ ജപിക്കുക. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, വ്യാഴവും ശനിയും തമ്മിലുള്ള യുദ്ധം. ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം. ഓം ബൃഹസ്പതേ നമ ജപിക്കുക 16 പ്രാവശ്യം. കഴിഞ്ഞോ? മറ്റൊന്നുകൂടിയുണ്ട്. എന്താണ്? ശനീശ്വരനെ പ്രാർത്ഥിക്കുക. ഓം ശനീശ്വരായ നമ. എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുക ശനിയാഴ്ച ദിവസം. പരിഹാരമാണ്. ഇതിൽ ഏതെങ്കിലും മതി, ഏതെങ്കിലും ഒന്ന് മതി. കഴിഞ്ഞോ? ഇല്ല. ഗുളികനെ പ്രാർത്ഥിച്ചാലും മതി. പെട്ടെന്ന് പ്രീതിപ്പെടുന്ന ഒരാളാ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സ്വപ്നം കണ്ട് എണീറ്റു ഉടനെ ഗുളികനെ പ്രാർത്ഥിക്കുക, വേറൊന്നും ചെയ്യണ്ട. കഴിഞ്ഞ സംഭവം തീർന്നു. ഇവിടെ വേറെ ഒരു പൂജയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അന്നേരം തന്നെ ഒരു വഴിപാട് അങ്ങോട്ട് നേരുക. എന്താ? വിളക്കും മാലയും. അതാണ് പ്രധാനം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അനർത്ഥങ്ങൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രവേശനമാണ് ഗുളികന്റെ പ്രവേശനം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഒന്നുകിൽ നമശിവായ മന്ത്രം, അല്ലെങ്കിൽ ഓം ബൃഹസ്പതേ നമ. ഇതുമില്ലെങ്കിൽ മറ്റൊന്നുണ്ട്, ഓം നമോ നാരായണായ. ഗുരു എന്ന് പറയുമ്പോൾ തന്നെ എന്തുമായിട്ട് ബന്ധമായി? മഹാവിഷ്ണുവായിട്ട് ബന്ധമായി. അപ്പോൾ അതായാലും മതി. പിന്നെ എന്ത്? ശനീശ്വരായ നമ. ശനിയാഴ്ച എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക. കഴിഞ്ഞു. അനർത്ഥങ്ങൾ അവിടെ വരില്ല. ഇനി
പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഭ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഗുളികനെ പ്രാർത്ഥിക്കുക. സംഭവം തീർന്നു. പണി കൊടുക്കുക മാത്രമല്ല പുള്ളിക്ക് അറിയാവുന്നത്, പ്രസാദിക്കാനും അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല ശരിക്കും. പക്ഷെ ഇതിനെ മൈൻഡ് ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികം, സംഭവ്യമാകേണ്ടത് സംഭവ്യമായിക്കൊണ്ടേ, അതാത് കാലങ്ങളിൽ സംഭവ്യമായിക്കൊണ്ടേ ഇരിക്കും. ആര് പറഞ്ഞതുപോലെ? കൃഷ്ണൻ പറഞ്ഞതുപോലെ. എവിടെ പറഞ്ഞതുപോലെ? ഗീതയിൽ പറഞ്ഞതുപോലെ. എന്താ പറഞ്ഞേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സ്വജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഒരിക്കൽ കൂടി, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. യുഗങ്ങൾ തോറും സംഭവ്യമാകും. എപ്പോഴാണ്? അധർമ്മം നടക്കുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാം. അതിനാര് വേണം? ഈശ്വരൻ വേണം, അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ഗുളികനെയും ഈശ്വര സ്ഥാനത്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം ഇവിടെ ആരും എന്തല്ല പ്രശ്നക്കാരാണെങ്കിൽ അവരെ പോലും ആരാധിക്കുന്ന ഒരു സമ്പ്രദായം സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഗുളികനെ പേടിക്കേണ്ട ഒന്നല്ല, അതിനും പരിഹാരമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.